8,40,000 ദിറംസ്, അതായത് 2,18,00,000 രൂപയാണ് നിങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നഷ്ടപ്പെടുത്തിയത്. എങ്ങനെയാണെന്നല്ലേ, നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഒരു 2 ബെഡ്റൂമിൻ്റെ റെൻ്റൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 72,000 ദിറംസ് ആയിരിക്കും. അതായത് നമ്മുടെ നാട്ടിലെ 18 ലക്ഷം രൂപയോളം. ഇനി ഇത് മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6,000 ദിറംസ് ആണ് വരിക, 1.5 ലക്ഷം രൂപ. പിന്നെ നമ്മുടെ എക്സ്പെൻസസ്, വാട്ടർ, അതുപോലെ എന്താണ് ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള അല്ലറ ചില്ലറ എക്സ്പെൻസ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു 1,20,000 ദിറംസ് എക്സ്പെൻസ് വരാം. അതായത് നമ്മുടെ നാട്ടിലെ 31 ലക്ഷം രൂപയോളം. അങ്ങനെ മൊത്തം ആകെ ടോട്ടൽ 10 വർഷം കൊണ്ട് നിങ്ങളൊരു ഒറ്റപ്പെട്ട ഓൾഡ് നമുക്ക് പോലും ഇഷ്ടപ്പെടാത്തൊരു യൂണിറ്റിന് കൊടുത്ത് തീർത്തത് 8,40,000 ദിറംസ് ആണ്. 2,18,00,000 രൂപ. ഇതൊന്നും അല്ല എനിക്ക് നിങ്ങളത് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കേട്ടിട്ടുണ്ടാകുന്നതാണ് അൽമംസാറിലെ ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടി, ഒരു ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് അവിടെ ഒരു 1 ബെഡ്റൂമിൽ നിങ്ങൾക്ക് ഈ ഒരു 8-9 ലക്ഷം ദിറംസിനൊക്കെ കിട്ടിയേക്കാം. പക്ഷേ ഇതിൻ്റെ നേർ പകുതി 4,20,000 ദിറംസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു 2 ബെഡ്റൂം മേടിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 1,300-1,600 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു 2 ബെഡ്റൂമിന് നമുക്ക് ആകെ മൊത്തം കൊടുക്കേണ്ടത് 30% ഈ ഒരു പണി നടക്കുന്ന കാലയളവിൽ, അതായത് 4,20,000 ദിറംസ്. ബാക്കി വരുന്നൊരു 70% ഉണ്ടല്ലോ, അത് നിങ്ങൾ കൊടുക്കേ വേണ്ട. ഈ ഒരു 4,20,000 ദിറംസിന് നിങ്ങൾ ഒരുമിച്ച് കൊടുക്കേണ്ടി വരുന്നില്ല. ആദ്യം ഒരു 5% ഡൗൺ പേയ്മെൻറ്റ്, അതായത് ഒരു 70,000 ദിറംസ്. പിന്നെ നമുക്ക് 4% അതിൻ്റെ കൂടെ ഒരു രജിസ്ട്രേഷൻ ഫീ ഉണ്ടാവും. നമ്മുടെ പേരിലേക്ക് ഈ ഒരു പ്രോപ്പർട്ടി എഴുതുന്നതിന് ഒരു ഫീ, അതായത് ഒരു 56,000 ദിറം. പിന്നെ നമുക്ക് ബാക്കി വരുന്ന 20% നമുക്ക് 48 മാസം കൊണ്ട് 5,833 ദിറംസ് വെച്ചിട്ട് മാത്രം മന്ത്ലി പേയ്മെൻറ്റ് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മളൊരു 48 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു 30% കംപ്ലീറ്റ് ആയി. ബാക്കി വരുന്ന ഞാൻ ഈ കൊടുക്കണ്ടെന്ന് പറഞ്ഞ എമൗണ്ട് ഇല്ലേ, അതായത് 9,80,000 ദിറംസ്. നമ്മൾ ഇവിടുത്തെ റെൻ്റൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ 1,20,000 ദിറംസോളാണ് ഒരു 1-2 ബെഡ്റൂമിൻ്റെ റെൻ്റൽസ് വരുന്നത്. നമുക്ക് തന്നെ അറിയാം ഒരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടിക്ക് എത്രത്തോളമാണ് റെൻ്റൽസ് പോകാമെന്നുള്ളത്. ഇപ്പോൾ മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 ദിറംസോളമാണ്. നമുക്കിവിടെ നമ്മുടെ EMI 25 വർഷത്തേക്ക് ഇട്ടാൽ തന്നെ ഇയർലി നമുക്ക് 60,000 ദിറംസോളമാണ് EMI ആയിട്ട് അടയ്ക്കേണ്ടി വരും. അതായത് മന്ത്ലി ഒരു 5,065 ദിറംസ്. നമുക്ക് ഈ ഒരു റെൻ്റൽസിൽ നിന്ന് നമ്മുടെ EMI പോയി കഴിഞ്ഞാലും നമുക്ക് മന്ത്ലി ഒരു 5,000 അല്ലെങ്കിൽ 5,500 ദിറംസാണ് നമ്മുടെ പോക്കറ്റിൽ പ്രോഫിറ്റായിട്ടിരിക്കുക. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിങ്ങൾ മിസ് ചെയ്ത 8,40,000 ദിറംസില്ലേ, അതായത് 2,18,00,000 രൂപ. ഇനിയും നിങ്ങൾക്കത് മിസ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കാരണം ഇത്രയും നല്ലൊരു പേയ്മെൻറ്റ് പ്ലാനിൽ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്കൊരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടി ഈ ഒരു അവസരവും കഴിഞ്ഞു പോയാലും നിങ്ങൾക്ക് ഇനി കിട്ടാനേ പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഫൈനാൻസിനനുസരിച്ചിട്ട് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ ഈസി ആയിട്ടൊരു 2 ബെഡ്റൂം മേടിക്കുക എന്നുള്ളതിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം.